കലാഭവൻ മണിയുടെ കുടുംബം ആവശ്യപ്പെട്ടാൽ മണിയുടെ മരണത്തെപ്പറ്റി ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞ് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കും. അത് അവരാവശ്യപ്പെട്ടാൽ ഇപ്പം അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. മണിയുടെ മരണത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. വിഷയത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും പുതിയ അന്വേഷണ സംഘം വേണമോ എന്ന് DGPയുടെ നിർദ്ദേശം ആരായുമെന്നും ചെന്നിത്തല പറഞ്ഞു. ശ്രീ കലാഭവൻ മണിയെ പോലെ കേരളം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ദുരൂഹതകളും നീക്കത്തക്ക നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. ഒരു പഴുതുമില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഞാൻ DGPക്ക് നൽകിയിട്ടുള്ളത്. അന്വേഷണ സംഘത്തിൽ ഏതെങ്കിലും വിപുലീകരണം ആവശ്യമുണ്ടോ, കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ DGP ഇതെല്ലാം പരിശോധിച്ച് വ്യക്തമായ നിലപാട് നടപടികളും സ്വീകരിക്കുന്നതാണ്. കലാഭവൻ മണിയുടെ രാസപരിശോധനാ ഫലം പുറത്ത്. മരണത്തിന് കാരണമായത് കീടനാശിനിയെന്ന് സൂചന. ആന്തരിക അവയവങ്ങളിൽ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനിയുടെയും മെഥനോളിന്റെയും അംശം കണ്ടെത്തി. മെഥനോൾ ബോധപൂർവം നൽകിയതാകാമെന്നും അന്വേഷണ സംഘം. രാസപരിശോധനാ ഫലം കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഔട്ട് ഹൗസായ പാടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കലാഭവൻ മണിയുടെ രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നു. ഇതാണ് മരണകാരണം ആയത് എന്നാണ് രാസപരിശോധനാ ഫലത്തിൽ വ്യക്തമായിട്ടുള്ളത്. ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനിയാണ് മണിയുടെ ആന്തരിക അവയവങ്ങളിൽ രാസപരിശോധനാ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ മെഥനോളിൻ്റെ അംശവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇതുതന്നെയാകാം മരണകാരണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം. ഉമേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, രാസപരിശോധനാ ഫലം കൂടി വന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അത് പരിശോധനാ ഫലം ഒരു നിർണായക വിവരമായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു കീടനാശിനി മണിയുടെ ശരീരത്തിൽ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ സംശയം ഉയർന്നിരുന്നു, ദുരൂഹത ഉയർന്നിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ മണിയുടെ ശരീരത്തിനകത്ത് കയറി വന്നത് സംബന്ധിച്ച രാസപരിശോധനാ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി അകത്ത് ചെന്നതായി വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് സസ്യമുള്ളവരെ എല്ലാം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കലാഭവൻ മണിയുടെ സഹോദരൻ പറഞ്ഞതനുസരിച്ച് കലാഭവൻ മണിയുടെ സഹായികളായവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേരത്തെ ചാനൽ അവതാരകൻ സാബു, അതുപോലെ ജാഫർ ഇടുക്കി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാരണം കലാഭവൻ മണി അബോധാവസ്ഥയിൽ ആവുന്നതിന് തലേ ദിവസം ഇവർ കലാഭവൻ മണിക്കൊപ്പം മദ്യപിച്ചിരുന്നു എന്ന രീതിയിൽ വാർത്തയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. എങ്കിൽ തന്നെ ഇപ്പോൾ പുതിയ ഫലം, അതായത് കീടനാശിനിയുടെ അംശം ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ കലാഭവൻ മണിയുടെ സഹോദരൻ സംശയം പറഞ്ഞ അവരെ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു 3 പേരെ. അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചോദ്യം ചെയ്ത് തുടരുകയാണ്. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ ദുരൂഹമരണത്തെക്കുറിച്ച് IPS ഉദ്യോഗസ്ഥൻ മേധാവിയായുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. കീടനാശിനിയുടെ അംശം ഉള്ളിൽ ചെന്നത് അടക്കമുള്ള പുതിയ വഴിത്തിരിവുകൾ വന്ന സാഹചര്യത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങൾ. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്നുള്ള രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടിയാണ് കേസിന്റെ ഗതി മാറിയത്. കേസ് കൂടുതൽ ദുരൂഹമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതോടെ അന്വേഷണ ചുമതല മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നുള്ള അഭിപ്രായമാണ് ഉന്നത തലത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇനി മുതൽ
കൈക്കൊള്ളേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമാകും. ഇപ്പോൾ നിലവിൽ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണ ചുമതല മാറ്റി പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കേസിൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം വൈകിട്ടോടുകൂടി തന്നെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയത് മുതൽ തന്നെ കലാഭവൻ മണിയുടെ ഭാര്യയും അതുപോലെ തന്നെ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും മണിക്കൊപ്പം അവസാന ദിവസങ്ങളിൽ പങ്കുവച്ച സൗഹൃദം പങ്കിട്ട മണിയുടെ സുഹൃത്തുക്കൾ നടൻ ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ സാബുമോൻ, മണിയുടെ സഹായികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവരെല്ലാം ഉൾപ്പെടെ മണിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങണമെന്നാണ് ഇപ്പോൾ കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്നത് മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയപ്പോൾ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഈ പാടി എന്ന് വിളിക്കുന്ന ഈ ഔട്ട് ഹൗസ് അതിൽ അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളും മറ്റും ഒഴിവാക്കാനും അവിടെ ശുചീകരണം നടത്താനുമായി മണിയുടെ സുഹൃത്തുക്കളും സഹായികളുമായിരുന്ന അരുൺ, വിപിൻ, മുരുകൻ എന്നിവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ശ്രമം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നായിരുന്നു കുടുംബങ്ങളെ ആരോപണം. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയപ്പോൾ അവരുടെ ആ ആരോപണത്തിന് കരുത്ത് പകരുന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം, പ്രത്യേകിച്ച് ഇവരെ ആരുടെ പ്രേരണയാൽ മൂലമാണ് ഇത്തരത്തിൽ അവിടെ ക്ലീനിങ് നടത്തിയത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മണിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ കീടനാശിനി ശരീരത്തിലെത്തിപ്പെട്ടത്? ഒരുമിച്ചിരുന്ന സുഹൃത്തുക്കളുമായി ചേർന്നാണ് മദ്യം കഴിച്ചിരുന്നതെങ്കിലും മണിയുടെ ശരീരത്തിൽ മാത്രം ഇത്തരത്തിൽ കീടനാശിനിയുടെ അംശം എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, എവിടെ നിന്നാണ് ഈ മദ്യം കൊണ്ടുവന്നത്, കീടനാശിനി ശരീരത്തിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം തുടങ്ങിയവയെ കുറിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മണിയുടെ മാനേജർ ജോബി പറയുന്നതനുസരിച്ചാണെങ്കിൽ സദാസമയവും മണിക്കൊപ്പം ഉണ്ടാകാറുള്ളതും മണിക്ക് ആഹാരപാനീയങ്ങളെല്ലാം തന്നെ എടുത്തു നൽകുന്നതുമെല്ലാം ഈ 3 സഹായികളാണ്. അതുകൊണ്ട് തന്നെ ഇവർ കീടനാശിനി എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇവരുടെ അറിവോടെ തന്നെ ആകാമെന്നാണ് മണിയുടെ സഹോദരനും മണിയുടെ മാനേജരും അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. പിന്നെ തികച്ചും വൈരുദ്ധാത്മകമായ ഒരു കാര്യം അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് ടെലിവിഷൻ അവതാരകൻ സാബുമോനെ ചോദ്യം ചെയ്യലിനായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. DYSP സുദർശന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ സാബുമോൻ വ്യക്തമാക്കിയത് താൻ സംഭവത്തിന് തലേദിവസം രാത്രി 11 മണി വരെ മണിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും തന്റെ സാന്നിധ്യത്തിൽ മണി മദ്യം കഴിച്ചിട്ടില്ല എന്നുമാണ് സാബുമോന്റെ മൊഴി. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മൊഴികളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പിന്നീട് ലഭ്യമാകുന്നത്. മണിക്കൊപ്പം ഇതേ സംഘത്തിൽ ഈ മണിക്കും സാബുമോനും അതുപോലെ തന്നെ ജാഫർ ഇടുക്കിക്കും മറ്റ് സഹായികൾക്കും എല്ലാം ഒപ്പം തന്നെ ഇവർ മദ്യപിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന മാനേജർ ജോബി നൽകുന്ന മൊഴി പ്രകാരമാണെങ്കിൽ ഇവർ മണി സാബുമോന്റെ സാന്നിധ്യത്തിൽ തന്നെ മദ്യപിച്ചിരുന്നു എന്നതാണ്. ഈ 2 മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോൾ അന്വേഷണ സംഘം കണക്കിലെടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപിച്ച കാര്യം മറച്ചുവെക്കാനായി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സാബുമോൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ശ്രമിക്കുന്നുണ്ട് എന്ന് കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ ആരോപിക്കുന്നു. അത്തരത്തിൽ ഈ മദ്യപിച്ച സാഹചര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് മണിയുടെ സഹായികളെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ബിബിൻ, മുരുകൻ, അരുൺ എന്നീ 3 സുഹൃത്തുക്കളെ ഉപയോഗിച്ച് സഹായികൾ ഉപയോഗിച്ച് മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മദ്യപിച്ചതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ കീടനാശിനി കണ്ടെത്തിയ സാഹചര്യത്തിന്റെ പിന്നിലുള്ള ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ഒരു സാഹചര്യത്തെ പറ്റിയായിരിക്കും ഇനി അന്വേഷണം നീങ്ങുക. പ്രത്യേകിച്ച് സാബുമോൻ ഉൾപ്പെടെയുള്ള മണിയുടെ സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള ആവശ്യകതയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയ അന്വേഷണം ഏത് സംഘത്തിന്റെ നേതൃത്വത്തിൽ വേണമെന്നുള്ള തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി ഭാര്യ നിമ്മി. കരൾ രോഗമുണ്ടായിരുന്നുവെന്നറിയില്ല, കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും മണി ആത്മഹത്യ ചെയ്യില്ലെന്നും ഭാര്യയുടെ പ്രതികരണം. കരളിന്റെ രോഗത്തെ പറ്റിയൊന്നും എൻ്റെ അടുത്ത് ആള് പറഞ്ഞിരുന്നില്ല. ആൾക്ക് മഞ്ഞപ്പിത്തം വന്നിരുന്നു പ്രാവശ്യം, അതിനെപ്പറ്റി മാത്രം അറിയായിരുന്നുള്ളൂ. അതിനുശേഷം ഒക്കെ ബീറൊക്കെ കഴിക്കുന്ന നിർത്തി അങ്ങനെ കഴിക്കുമായിരുന്നു. എന്തെങ്കിലും വിശേഷാവസരങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കഴിച്ചായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്നപ്പോൾ
അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് കൊണ്ടുപോയപ്പോഴൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതിന് ചേട്ടൻ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ആളിത്രയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്ന ആള്, പല സാഹചര്യങ്ങളും നേരിട്ട് വളർന്ന ആള്. അന്നൊക്കെ ഇത്ര പേര് പിടിച്ചു നിൽക്കുന്ന ആള് ഇപ്പൊ എല്ലാ സൗഭാഗ്യം ദൈവം കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കലാഭവൻ മണിയുടെ മരണത്തിൽ മണിയുടെ മാനേജർമാരെയും ചില സുഹൃത്തുക്കളെയും സംശയമുണ്ടെന്ന് സഹോദരന്റെ ആരോപണം. മണിയുടെ ഓർമ്മ നശിപ്പിക്കാനുള്ള ശ്രമം വരെ നടന്നുവെന്നും പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും രാമകൃഷ്ണൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ചേട്ടനെ ബോധപൂർവം ചേട്ടന്റെ ഓർമ്മശക്തി ഇല്ലാതാക്കിക്കൊണ്ട് ഈ സാമ്പത്തികം തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും ചേട്ടന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയതായി അല്ലെങ്കിൽ പൈസ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ചേട്ടൻ പരാതികൾ വന്ന് ചേട്ടത്തിനോടായാലും ഞങ്ങളോടായാലും പറഞ്ഞു വന്നൊരു സാഹചര്യം ഇതിനു മുമ്പ്. ഇപ്പൊ ഈ സാഹചര്യത്തില് മാനേജർമാരടക്കമുള്ള അതിന് കീഴിൽ ജോലി ചെയ്യുന്ന എന്റെ ചേട്ടന്റെ ജോലിക്കാരെ മുഴുവനും ഞാൻ സംശയിക്കുന്നു. 2 മാനേജർമാരാണ് നിലവിലുള്ളത്. ഒന്ന് ജോബി, ഒന്ന് ഷിബു. പിന്നെ മറ്റ് ജോലിക്കാരായിട്ടുള്ള അരുൺ, കുണ്ട്രു എന്ന് വിളിക്കുന്ന അരുൺ, കടുക്കൻ എന്ന് വിളിക്കുന്ന വിപിൻ, ചെരുപ്പുകുത്തി എന്ന് വിളിക്കുന്ന മുരുകൻ തുടങ്ങി അവിടെ എനിക്ക് പേരറിയാത്ത ഒരുപാട് വ്യക്തികൾ അവിടെ സ്ഥിരം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താനൊപ്പമുണ്ടായിരുന്നപ്പോൾ മണി മദ്യപിച്ചിരുന്നില്ല എന്ന് ചാനൽ അവതാരകൻ സാബു. മണി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും വേണ്ടിവന്നാൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും സാബു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അനുശാസിക്കുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഈ പോളിഗ്രാഫ് ടെസ്റ്റോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ റെഡിയാണ്. കാര്യം വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എൻ്റെ പേരിലൊരു അങ്ങനൊരു ആരോപണം ഉണ്ടായത് തന്നെ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും അതിനൊരു പരിഹാരം കാണണം. അപ്പോൾ അവന് പൂർണ്ണമായും സഹകരിക്കും. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്. കൃഷി ആവശ്യത്തിനും കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് ക്ലോറോപൈറിഫോസ്. അമിതമായ അളവിൽ ഈ കീടനാശിനി അകത്ത് ചെന്നാൽ മരണത്തിന് വരെ കാരണമായേക്കാം. ചെടികളിലെ കീടങ്ങളെയും പ്രാണികളെയും കൊതുകുകളെയും നശിപ്പിക്കാനാണ് ക്ലോറോപൈറിഫോസ് എന്ന കീടനാശിനി വ്യാപകമായി ഉപയോഗിക്കുന്നത്. 1965 അമേരിക്കയിലാണ് കീടനാശിനി ഉപയോഗത്തിലെത്തിയത്. കീടങ്ങളുടെ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന വിഷവസ്തുവാണ് ഇതിലെ പ്രധാന ഘടകം. മനുഷ്യന് ഇത് ശ്വസിച്ചാലോ തൊട്ടാലോ അകത്തു ചെന്നാലോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാഡിയിലൂടെ സന്ദേശങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന എൻസൈമുകളെ ഈ കീടനാശിനിയിലെ വിഷവസ്തു തടസ്സപ്പെടുത്തുകയും തത്ഫലമായി നാഡീവ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുകയും ചെയ്യും. കീടങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ മനുഷ്യനുൾപ്പെടെ മറ്റെല്ലാ ജീവികൾക്കും സമാനമായ ഹാനി ഈ കീടനാശിനി ഉണ്ടാക്കുമെന്ന് സാരം. കീടനാശിനി ചെറിയ അളവിൽ അകത്തു ചെന്നാൽ പോലും തലവേദന, തലചുറ്റൽ, ഛർദി എന്നിവ ഉണ്ടാകാം. ക്ലോറോപൈറിഫോസ് യഥാർത്ഥത്തിൽ വിഷവസ്തുവല്ല. അത് ശരീരത്തിൽ പ്രവേശിക്കുകയും ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കീടനാശിനി എൻസൈമുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോൾ ശരീരം കൂടുതൽ എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതമാവുകയും തൽഫലമായി ശാരീരിക പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുകയും ചെയ്യും. ഇതുമൂലം കീടനാശിനി ബാധയേറ്റയാൾ തളർന്നു വീഴാനും സാധ്യതയുണ്ട്. എന്തായാലും അകത്തു ചെന്നാൽ ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ തന്നെ തകരാറിലാക്കി മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കീടനാശിനിയാണ് ക്ലോറോപൈറിഫോസ് എന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്. മണിയുടെ ഓർമ്മകളാൽ വിമുഖമാണ് ഇന്നും കലാഭവൻ. തന്റെ അപ്രതീക്ഷിത സന്ദർശനങ്ങളാൽ കലാഭവനെ ഉണർത്തിയിരുന്ന മണി ഓർമ്മയായെന്ന സത്യം ഇന്നും ഇവിടെയുള്ളവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. കലാഭവന്റെ മുറ്റത്ത് സ്ഥാപകൻ ആബേലച്ചന്റെ പ്രതിമയ്ക്ക് സമീപം എന്നത്തെയും എന്ന പോലെ ഒരു വിളിക്കു കാതോർത്ത് ചിരിതൂകി നിൽപ്പുണ്ട് മലയാളത്തിന്റെ മണിമുത്ത. ഈ വഴികളിലൂടെ നടന്ന് അകത്തേക്കെത്തുമ്പോൾ ചുമരിൽ മറ്റൊരു ചിരിക്കൂട്ടുകാരൻ സൈനുദ്ദീൻ. സിനിമയുടെ വലിയ ലോകത്തേക്ക് കലാഭവൻ കൈപിടിച്ചവർ ഒത്തിരിയുണ്ടെങ്കിലും പേരിനൊപ്പം നെറ്റിപ്പട്ടമായി കലാഭവനെന്ന് എഴുതി ചേർത്തത് മണിയെപ്പോലുള്ള ചുരുക്കം പേർ. കലാഭവന്റെ സ്മരണികയിൽ മണി തന്നെ എഴുതുന്നുണ്ട്, ഞാനിവിടുത്തെ കൂലിക്കാരൻ മാത്രമാണെന്ന്. മണി യാത്ര പറഞ്ഞ് ഒരാഴ്ചയിലധികം പിന്നിടുന്നു. ഇപ്പോഴും വിതുമ്പലടക്കി വിങ്ങുന്ന ഉറ്റബന്ധുവായി കലാഭവൻ. വറുതിയുടെ ഒരു കാലഘട്ടം നീന്തിക്കടന്ന ഇടം. കൂട്ടുകാർക്കൊപ്പം സങ്കടങ്ങളും ചിരിയും പങ്കുവച്ച ഇടനാഴികൾ. തെന്നിന്ത്യയിലെ വലിയ നക്ഷത്രങ്ങളിലൊന്നായി മാറുന്നതിനു മുൻപ് ഓട്ടോ തൊഴിലാളിയുടെ വേഷവുമായി മണി അവസരമന്വേഷിച്ചെത്തിയ വഴികൾ ഇന്നും മാറിപ്പോയെങ്കിലും കലാഭവനോട് ചേർന്ന് വളർന്ന മണിയും
തിരിച്ചു നൽകിയ സ്നേഹവും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനുസ്മരണ യോഗങ്ങളിൽ പലരും വിതുമ്പിപ്പോയതും. ഒട്ടേറെ കുട്ടികൾ വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇതിനെ സ്മരിച്ചത്. കലാഭവൻ്റെ പരിപാടികളിൽ അന്ന് ഇവിടെ ഏതാണ്ട് ഒരു 1000-ഓളം കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം വിതുമ്പൽ അടക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം കലാഭവൻ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും കലാഭവൻ മണി അടക്കമുള്ള ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാരെയൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. മണി പറയും പോലെ ചാലക്കുടി പുഴയായി ഒഴുകിപ്പോയ കഴിഞ്ഞ കാലം കുറേയധികം വേഗത്തിലായിപ്പോയി ആ കടന്നുപോക്കെങ്കിലും പിന്നാലെ വന്നവർക്ക് പ്രചോദനമായി ഇന്നും മണി എന്ന കലാകാരനുണ്ടെന്ന സത്യമാണ് കലാഭവൻ അടയാളപ്പെടുത്തുന്നതും. തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക്, കലാകാരൻ എന്ന നിലയിലേക്ക് മണി വളർച്ച തുടരുന്നതെല്ലാം കലാഭവൻ്റെ ഈ മുറ്റത്തു നിന്നുമാണ്. അന്ന് മണിക്ക് താങ്ങും തണലുമായി നിന്നത് ആബേലച്ചനാണ്. ഇന്ന് ആബേലച്ചൻ്റെ പ്രതിമയ്ക്ക് സമീപം കലാഭവൻ മണിക്ക് ആദരാഞ്ജലികളുമായി കലാഭവൻ ഒരു വിങ്ങലോടെ ചേർന്ന് നിൽക്കുന്നു. ഇനി എന്നും കലയുടെ ഈ വലിയ സങ്കേതത്തിന് കലാഭവൻ മണി എന്നത് നീറുന്ന വിങ്ങലുള്ള ഒരോർമ്മ മാത്രം. കൊച്ചി കലാഭവനിൽ നിന്ന് ക്യാമറമാൻ രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം ടാനി പോൾ. കലാഭവൻ മണിയെ അനുസ്മരിച്ചുകൊണ്ട് ചാലക്കുടിയിൽ മമ്മൂട്ടി നടത്തിയ പ്രസംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് 14 ലക്ഷത്തിലേറെ ലൈക്ക്. മണിയെ മലയാളി എത്രത്തോളം നെഞ്ചിലേറ്റിയിരുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാകുന്നു ഇത്. ചാലക്കുടിയിൽ മണി അനുസ്മരണ ചടങ്ങിൽ വിതുമ്പലോടെയാണ് അന്ന് മമ്മൂട്ടി തന്റെ അനുജനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ആ ഓർമ്മ പ്രസംഗം തന്റെ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തു മമ്മൂട്ടി. ഇതിനോടകം 14 ലക്ഷത്തിലധികം പേരാണ് ആ ഓർമ്മ പോസ്റ്റ് കണ്ടത്. മണിയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമല്ല, തന്റെ ദുഃഖത്തിൽ നിങ്ങളെ കൂടി പങ്കുചേർക്കാനാണ് താനിവിടെ എത്തിയത് എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി തന്റെ അനുസ്മരണം ആരംഭിച്ചത്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് കലാഭവൻ മണിയെക്കുറിച്ച് പറയാൻ. സഹോദരനായും ജ്യേഷ്ഠനായും മണി തന്നെയും താൻ മണിയെയും സ്നേഹിച്ചിരുന്നുവെന്ന്. തമിഴിൽ മണിയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ താനൊരു നിമിത്തമായതിന്റെ ഓർമ്മകൾ. അങ്ങനെ തന്റെ പ്രിയ അനുജനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു മമ്മൂട്ടിക്ക്. മലയാള സിനിമാ ലോകത്തെ നടുക്കിയ മരണം എന്നതിലുപരി ആ മരണം എല്ലാവരിലും ഒരു ആർത്തനാദം കൂടി സൃഷ്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ടമിടറിയും വിതുമ്പിയും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും മണി എന്ന ആ വലിയ കലാകാരൻ നമ്മുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നടൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ചെറിയ കാലം കൊണ്ട് സ്വാധീനിച്ച നടന്മാരുണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നടീനടന്മാരുണ്ട്. പക്ഷെ നമുക്കും മുമ്പിൽ വെച്ച് അഭിമാനിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ മണിക്കുള്ള സ്ഥാനം ഒട്ടും പുറകിലല്ല. പ്രിയ കലാകാരൻ കലാഭവൻ മണി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മരണമില്ല എന്ന് തെളിയിക്കുകയാണ് പ്രിയ നടനെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മക്കുറിപ്പുകൾ. ന്യൂസ് ഡെസ്ക്. കേരള പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് കേസെടുത്ത് രാഷ്ട്രീയ പ്രേരിതമെന്ന് നിലവിലെ ജനറൽ സെക്രട്ടറിയും പരാതിക്കാരനുമായ GR അജിത്ത്. മുൻ ഭാരവാഹികൾ പണം അപഹരിച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും അജിത്തുമായുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിളിന് ലഭിച്ചു. കേരള പോലീസ് അസോസിയേഷന്റെ 2004 മുതൽ 2011 വരെയുള്ള കണക്കുകളിൽ ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ ഭാരവാഹികളായ CR ബിജു, CT ബാബുരാജ്, KK ജോസ് എന്നിവർക്കെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. നിലവിലെ ജനറൽ സെക്രട്ടറി GR അജിത്താണ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. എന്നാൽ അജിത്തുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ കേസ് കേവലം രാഷ്ട്രീയപ്രേരിതമാണെന്നും മുൻ ഭാരവാഹികൾക്കെതിരെ ഉന്നയിക്കാവുന്ന ക്രമക്കേടുകളൊന്നുമില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. അല്ല, ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചാൽ നിനക്കും അറിയാം, എനിക്കും അറിയാം, ഓഡിറ്റ് ചെയ്തവർക്കും അറിയാം. ഓഡിറ്റ് റിപ്പോർട്ട് വയ്ക്കും, നമ്മളത് സ്വാഭാവികമായിട്ട് നിങ്ങളായിരുന്നാലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നിങ്ങൾ പറയും. അതിനകത്ത് അതിനപ്പുറത്തേക്ക് വേറൊരു ഇതിനകത്ത് നമ്മൾ പോളിറ്റിക്സ് ആണ്, അതിനകത്ത് പറഞ്ഞിട്ട് കാര്യം. സ്വന്തമായിട്ട് പറ, 10 പൈസ അതിന് ഞാൻ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഇത് ഒരു കാര്യം പറയാനില്ല. നിശ്ചയല്ല, നിങ്ങൾക്കെതിരാക്കി വേറെ ഒന്നുമില്ല. കേസിന്റെ കാര്യം മാത്രമാണ്. കേസ് ഞാൻ പറയുന്നത്, കേസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേസ് ഞാനാണ് അടുത്തൊരു സെക്രട്ടറി എന്നുള്ളത്, ഞാനാണ് അത് കേസ് കണ്ടിന്യൂ ചെയ്യേണ്ട. അങ്ങനെ ഒരു കേസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഇതിനകത്ത് ഈ നമുക്കറിയാലോ, ഒരു
പൊളിറ്റിക്സ് ആണ്. മുൻ ജനറൽ സെക്രട്ടറിയായിരുന്ന CR ബിജു പണം അപഹരിച്ചുവെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അജിത് വ്യക്തമാക്കുന്നുണ്ട്. പരാതി ഉയർന്ന ഘട്ടത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തെ കൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വിജിലൻസ് ഡയറക്ടറും വിജിലൻസ് ലീഗൽ അഡ്വൈസറും കേസ് അവസാനിപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേസ് വീണ്ടും അന്വേഷിപ്പിക്കുന്നതിന് പിന്നിൽ UDF അനുകൂല അസോസിയേഷന്റെ താൽപര്യം മാത്രമാണെന്നാണ് അജിത്തിന്റെ ടെലിഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ CR ബിജു തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ CR ബിജു, അജിത്ത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പൊളിറ്റിക്സ് ആണ് ഉള്ളത് എന്ന്. അന്നത്തെ ആ ഒരു സാഹചര്യം ഒരുപക്ഷെ താങ്കൾക്കും ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അജിത്ത് പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ആ ടെലിഫോൺ സംഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. 2011 മുതൽ ഇത്തരത്തിൽ അനധികൃതമായ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ 2013 ഇത് അന്വേഷിക്കാൻ വേണ്ടി, കേസെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നതാണ്. ആ തീരുമാനവുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് 2013 ടീം സോളാറിൽ നിന്ന് അജിത്ത് പണം വാങ്ങി എന്നുള്ള ആരോപണം കൊല്ലം സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയും ആ പശ്ചാത്തലത്തിൽ അജിത്ത് വിജിലൻസ് അന്വേഷണം സർക്കാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ അന്ന് വിജിലൻസ് അന്വേഷണം ഉത്തരവിടുകയും ചെയ്തതെല്ലാം വസ്തുതയാണ്. അന്വേഷണത്തിലൂടെ വസ്തുതകൾ ബോധ്യപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഒരു സർവീസ് സംഘടനയുടെ കണക്ക് അത് അംഗീകരിക്കേണ്ടതും അതിന്റെ വസ്തുത നോക്കേണ്ടതും സംഘടനാ കമ്മിറ്റിയാണെന്നിരിക്കെ പോലും വിജിലൻസ് പരിശോധിച്ചോട്ടെ എന്നുള്ള നിലപാട് ഞങ്ങളാണ് എടുത്തത്. അത്തരത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പ്രത്യേക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വിജിലൻസ് കേസ് അടക്കം എടുത്ത് അധിക്ഷേപിക്കുമ്പോൾ ഈ വസ്തുത പൊതുസമൂഹം അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം കയ്യിലിരുന്ന ഈ ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർത്തും അന്യായമാണെന്ന് ഈ കേരളത്തിലെ പൊതുജനം മുഴുവൻ ബോധ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും അതിനനുസരിച്ച് ഇനി എന്ത് അന്വേഷണം നടത്തിയാലും, വിജിലൻസ് കേസെന്നല്ല ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയാലും ക്രമക്കേടുണ്ടെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഒരു സംഘടനയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം അതിനെ മറ്റൊരു തലത്തിൽ ചലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. അവിടെ നമുക്കറിയാം ശ്രീ CR ബിജു, ഇവിടെ ഇങ്ങനെ വിജിലൻസ് ഈ ഒരു കേസെടുക്കുന്ന പശ്ചാത്തലത്തിൽ അതിന് അടിസ്ഥാനപരമായ യാതൊരു കാര്യങ്ങളും ഇല്ല. സ്വാഭാവികമായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആ കാലത്തെ ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ. പക്ഷെ അത്തരം എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ വിജിലൻസ് പറയുന്നത്? ഒരു ന്യായീകരണവും വിജിലൻസ് എന്നല്ല ആർക്കും, പരാതിക്കാർക്ക് പോലും പറയാനില്ല. കാരണം ഇതിൽ സർക്കാരിന്റെ ഒരു പൈസയും ഇല്ല. ഒരു സർവീസ് സംഘടനയുടെ ഭാരവാഹി ആരായിരിക്കണമെന്ന് അതാത് കാലങ്ങളിൽ മറ്റു മേഖല പോലെയല്ല. കേരളത്തിലെ പോലീസുകാരുടെ സർവീസ് സംഘടനയാണ് കേരള പോലീസ് അസോസിയേഷൻ. അതിൽ കാലാകാലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം സംഘടന നയിക്കേണ്ടതെന്ന് പോലീസുകാർ നിശ്ചയിക്കുന്നുണ്ട്. അവരാണ് എങ്ങനെ പ്രവർത്തനം നടത്തണമെന്നും എന്ത് പ്രവർത്തനം നടത്തണമെന്നും ഏതെല്ലാം തരത്തിൽ ഫണ്ട് വിനിയോഗം നടത്തണമെന്നും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് സംഘടനയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് തന്നെയാണ്. അത്തരത്തിൽ ഒരു സംഘടനാ കമ്മിറ്റി ചെലവഴിച്ച തുക, ആ സംഘടനാ അംഗീകരിച്ച തുക, ആ സംഘടനയുടെ ആനുവൽ ജനറൽ ബോഡി വാർഷിക പൊതുയോഗം സമ്മേളന റിപ്പോർട്ടിനോടൊപ്പം വരവ് ചെലവ് കണക്കുകൾ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചർച്ച ചെയ്ത് അംഗീകരിച്ച കണക്കാണ് ഇന്ന് ഒരു അധികാരവുമില്ലാതെ വിജിലൻസ് പരിശോധനയ്ക്കടക്കം കേസെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനു മുമ്പ് നടന്ന 3 അന്വേഷണം വന്നപ്പോഴും ഞങ്ങൾ സ്വാഗതം ചെയ്തത് ഇതിന്റെ സത്യാവസ്ഥയും സുതാര്യതയും കേരള സമൂഹവും പോലീസ് സമൂഹവും തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ പരിശോധിക്കാൻ ഒരു അധികാരവുമില്ലാത്തവർ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി എല്ലാ മെയ് മാസവും 31-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി പോലീസ് സംഘടനയുടെ കണക്കുകൾ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 1979 സംഘടന രൂപീകരിച്ച് 2011 വരെയും ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധിച്ചിട്ടില്ല. അത് സംഘടനാ കമ്മിറ്റി അല്ല ചെയ്യേണ്ടത്. DGP നിയമിക്കുന്ന ആൾക്കാർ അത് പരിശോധിക്കണമെന്ന് DGPയോട് പറഞ്ഞിരിക്കുന്നതാണ്. 79 മുതൽ 2011 വരെയും ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യാതിരുന്നത് സംഘടനയിൽ കാലാകാലങ്ങൾ വന്ന നേതൃത്വത്തിന്റെ പ്രശ്നമല്ല. 2012 ആദ്യമായി കണക്കുകൾ പരിശോധിച്ചപ്പോ അത് 79 മുതലുള്ളത് പരിശോധിക്കാതെ 2004 നിലവിലുള്ള അന്നത്തെ സംഘടനാ നേതൃത്വത്തിനെതിരെ മത്സരിച്ച കമ്മിറ്റി കിട്ടുകയും അത് 2011 വരെ തുടരുകയും ചെയ്തു. ആ ഒരു പീരീഡ് മാത്രം എടുത്ത് പരിശോധിക്കേണ്ട രാഷ്ട്രീയം എന്താണെന്നടക്കം പരിശോധിക്കുന്നവർക്ക് ബോധ്യപ്പെടും. തീർച്ചയായും ഒരു സംഘടനയുടെ പരമാധികാരത്തെയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ശക്തമായ രീതിയിൽ നിയമപരമായി തന്നെ ഞങ്ങൾ അതിനെ നേരിടുക തന്നെ ചെയ്യും.